ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിൽ ജീവിതം വിജയിപ്പിച്ചെടുത്ത നടനാണ് ജയസൂര്യ. ജയൻ മരട് എന്ന സാധാരണക്കാരൻ ജയസൂര്യ എന്ന നടനായി വിജയിച്ചതിന് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനവും പരിശ്രമവും തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ നടന്റെ അമ്മ വിടവാങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മരട് സ്വദേശിയായ ജയസൂര്യ അവിടെയുള്ള സാധാരണ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. മണിയുടെയും തങ്കത്തിൻ്റെയും മൂത്ത മകൻ. തട്ടാർ സമുദായത്തിൽപ്പെട്ട അച്ഛൻ്റെ കുടുംബം പരമ്പരാഗതമായി സ്വർണ്ണ പണിക്കാരായിരുന്നു. അമ്മ ഒരു സാധു സ്ത്രീയായിരുന്നു. കൂലിപ്പണിയും മറ്റുമെടുത്ത് മക്കളെ പോറ്റിയിരുന്ന അമ്മ. ജയസൂര്യയ്ക്ക് ഒരു സഹോദരിയുമുണ്ട്. ജയൻ മരട് എന്നായിരുന്നു നടൻ ജയസൂര്യയുടെ യഥാർത്ഥ പേര്. മകൻ്റെ സിനിമാ മോഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണയേകി നിന്ന അമ്മയ്ക്ക് ഉറച്ച വിശ്വാസമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ മകൻ രക്ഷപ്പെടുമെന്ന്. അതിനായിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു അവരുടെ ജീവിതവും. മകനു വേണ്ടി എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകിയിരുന്നത് ജയസൂര്യയുടെ അമ്മ തന്നെയായിരുന്നു. ഒടുവിൽ ആ പ്രാർത്ഥനയെല്ലാം സഫലമാക്കിക്കൊണ്ടാണ് ജയസൂര്യ സിനിമാ ലോകത്ത് പ്രശസ്തിയിലേക്ക് കുതിച്ചത്. ഇപ്പോഴിതാ ജയസൂര്യയുടെ തങ്കം എന്ന ആ അമ്മ മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജുകളിലായിരുന്നു ഇക്കാര്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നാലെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതും. അതേസമയം ഒരിക്കൽ പോലും നടൻ ജയസൂര്യയുടെ അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയകളിൽ എവിടെയും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സഹോദരിയും അങ്ങനെ തന്നെയാണ്. അതേസമയം ഭാര്യ സരിതയുടെ അമ്മയും സഹോദരിയും കുടുംബവും എല്ലാം അക്കാരണത്താൽ പലപ്പോഴും നടൻ ജയസൂര്യ തൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചുവെന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം വ്യാജ വാർത്തകൾ മാത്രമായിരുന്നു. അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കുന്ന മകനായിരുന്നു നടൻ ജയസൂര്യ. എവിടെയും തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ കൂടുതലായി തന്നെ ജയസൂര്യ പറഞ്ഞു കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമില്ല. അവരെ ഒരു പൊതുവേദികളിലും കണ്ടിട്ടുമില്ല. 2001 ദോസ്ത് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ജയസൂര്യ സിനിമയിലേക്ക് എത്തിയത്. ഇതിലൂടെ താരങ്ങളുമായി പരിചയപ്പെട്ട സമയത്ത് നടി കാവ്യ മാധവൻ വഴിയാണ് 2002 വിനയം സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെ നായക പദവിയിലേക്ക് എത്തുന്നത്. കാവ്യ മാധവനായിരുന്നു ജയസൂര്യയുടെ ആദ്യ നായികയായി അഭിനയിച്ചത്. ഇതേ ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ എൻ മാനവനിലും ജയസൂര്യ അഭിനയിച്ചു. ഒന്നിലേറെ നായകന്മാരുള്ള ചിത്രങ്ങളാണ് ഈ നടന് ഏറെ നേട്ടമായത്. സ്വപ്നക്കൂടും പുലിവാൽ കല്യാണവും കഴിഞ്ഞ് ചതിക്കാത്ത ചന്തുവിൻ്റെ വൻ വിജയത്തിൽ നിൽക്കവെയാണ് നടൻ ജയസൂര്യ തൻ്റെ പ്രണയിനിയായ സരിതയെ വിവാഹം കഴിച്ചത്. സിനിമയിൽ എത്തും മുമ്പ് ഒരു ഫോണിൻ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ജയസൂര്യ സരിതയുമായി പരിചയപ്പെടുന്നത്. സ്ഥിരമായി ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന സരിതയും അമ്മയും പ്രോഗ്രാമിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കലാണ് പുറത്തു വെച്ച് കണ്ടതും സംസാരിച്ചതും. അതിനിടെയാണ് ജയസൂര്യ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറിയത്. തൊട്ടടുത്ത അയൽക്കാരായി സരിതയും കുടുംബവും ഉണ്ടായിരുന്നു. അയൽക്കാർ ആയതോടെയാണ് ഇരുവരും കൂടുതൽ എന്നാൽ അടുത്തടുത്ത് കഴിഞ്ഞിരുന്നെങ്കിലും ഈ പ്രണയബന്ധം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. സിനിമയിലെത്തി പ്രശസ്തനായപ്പോഴാണ് പ്രണയവും വിവാഹവും എല്ലാം അതിവേഗമായത്.